ആണോ എന്ന് നിശ്ചയമില്ലെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ അവരുടെ ഒരുമിച്ചുള്ള ജീവിതം അവസാനിച്ചപ്പോൾ അവന്റെ കുറ്റവും അവസാനിച്ചു. പിന്നെ അവളെ ഉപേക്ഷിക്കുകയും തുടർന്ന് അവൾ മരിക്കുകയും ചെയ്തതോടെ സർവ്വ കുറ്റവും അവസാനിച്ചു. അതിനാൽ ഞാൻ പറയുന്നു, പാപി എന്ന് പരിഗണിക്കപ്പെടുന്ന ആ മനുഷ്യനോട് അവന്റെ പാപം ക്ഷമിക്കണമെന്ന്. എന്നാൽ രാജകൊട്ടാരത്തിലെ നിഷിദ്ധ സംഗമത്തിന് ഒരു കുറ്റാരോപണവുമില്ല. അത് ഇപ്പോഴും തുടരുന്നു. ലോകം മുഴുവനും അതറിയുകയും ചെയ്യാം. ഈ കാര്യത്തിൽ ആളുകൾ സഹതാപമാണ് കാണിക്കേണ്ടത്. ഇതിന്റെയെല്ലാം ആരംഭം മോശ നൽകിയ അവകാശത്തിലാണ്. കൂടുതൽ ഗൗരവമായ തിന്മകളെ തടയുന്നതിനാണ് ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള അനുമതി മോശ നൽകിയത്. ആ അവകാശത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം